എല്ലാവർക്കും PSC വോയേജറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ PYQ സീരീസിൽ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി സെക്ഷന്റെ മൂന്നാമത്തെ ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. PYQ സീരീസിൽ നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള മലയാളത്തിന്റെയും ഇംഗ്ലീഷിന്റെയും ക്ലാസ്സുകൾ ഉൾക്കൊള്ളുന്ന പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാത്തവർ അതൊന്ന് കയറി കണ്ടു നോക്കുക. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ LDC 2024 LDC ട്രിവാൻഡ്രം ജില്ലയിൽ നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി സെക്ഷനാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 094/24. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 75 വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ് 2-വിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒറ്റയാനെ കണ്ടെത്തുക. 4 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. നോർമലി ഇങ്ങനെ വലിയ അക്കങ്ങളൊക്കെ തരികയാണെങ്കിൽ ഒത്തിരി ഡിജിറ്റ്സ് ഉള്ള നമ്പേഴ്സ് ആണ് ഓരോ സെറ്റിലും തന്നേക്കുന്നതെങ്കിൽ ഒന്നെങ്കിൽ അവയെ നമുക്ക് കൂട്ടി നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു പോസിബിലിറ്റിയിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന നമ്പർ കൊണ്ട് നിങ്ങൾക്ക് ഇതിനെ ഡിവിസിബിലിറ്റി റൂൾസ് ഒക്കെ ചെക്ക് ചെയ്തിട്ടും അങ്ങനെ ഓഡ് വൺസിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു ഡിജിറ്റ്സ് വരുമ്പോൾ നമുക്ക് ആദ്യം ഒന്ന് കൂട്ടി നോക്കാനാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾക്ക് അതിലൊരു പോസിബിലിറ്റി കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ മാത്രം എന്തെങ്കിലും അത് ഓരോ നമ്പേഴ്സിനെ 1 to 9 വരെയുള്ള നമ്പേഴ്സിൽ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒറ്റയാനെ കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 4 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എയിലും നമ്പേഴ്സിനെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 2ഉം 5ഉം 7ഉം 6ഉം 13ഉം 3ഉം 16ഉം 1ഉം 17 എന്ന് വരും ഇവിടുത്തെ തുക. ഇനി ബിയിൽ നോക്കിക്കേ, 5ഉം 2ഉം 7, 7ഉം 1ഉം 8ഉം 6ഉം 14ഉം 3ഉം 17 ഇവിടെയും തുക വന്നു. അപ്പൊ നോക്കിക്കേ, 2 കേസിലും 17 തന്നെ തുക വന്നു. അപ്പൊ ഈ ഒരു പോസിബിലിറ്റിക്ക് ചിലപ്പോൾ ഒരു സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. 3ഉം 3ഉം 6, 6 4 10 4 14 2 16 ഇവിടെ വന്നത്. അപ്പോൾ ഇത് ഓടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. 4ഉം 3ഉം 7ഉം 4ഉം 11 2 13 4ഉം 17. അപ്പൊ ക്ലിയർ ആയോ? ബാക്കി 3 എണ്ണത്തിനും എക്കും ബിക്കും ഡിക്കും ഡിജിറ്റ്സിനെ തമ്മിൽ ആഡ് ചെയ്തപ്പോൾ എത്രയാണ് വന്നത്? 17 വന്നത്. അപ്പൊ ഓഡ് വൺ ഏതാ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ഒറ്റയാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു ചോദ്യം നോക്കാം. ഒറ്റയാനെ കണ്ടെത്തുക. 4, 25, 100, 39. കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായി കാണും. ഇത് നമ്മൾ പൂർണ്ണവർഗങ്ങളാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഒരെണ്ണം ഒഴികെ ബാക്കിയെല്ലാം പൂർണ്ണവർഗങ്ങളാണ്. 4 എന്ന് പറയുന്നത് എന്താ? 2 സ്ക്വയർ. 2ന്റെ വർഗമാണ് 4. 25 എന്ന് പറയുന്നത് എന്താണ്? 5ന്റെ വർഗമാണ്. 5 സ്ക്വയർ ആണ് 25. 100 എന്ന് പറയുന്നത് 10ന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഇത് നോക്കി, ഇത് 3ഉം ഏതെങ്കിലുമൊക്കെ നമ്പേഴ്സിന്റെ സ്ക്വയർ ആണ്. പക്ഷെ ഈ 39 എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു നമ്പറിന്റെ സ്ക്വയർ ആയിട്ട് എഴുതാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിലെ ഒറ്റയാൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത് ദിശയുമായിട്ട്, ഡയറക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇത് സോൾവ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് അതിന്റെ ഡയറക്ഷൻ ഏതൊക്കെയാണ്, വടക്ക് എവിടെ, തെക്ക് എവിടെ, കിഴക്ക് എവിടെ, പടിഞ്ഞാറ് എവിടെ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചോദ്യം ചെയ്യാനായിട്ട് പറ്റും. ആദ്യം നമ്മൾ ഡയറക്ഷൻ ഒന്ന് മാർക്ക് ചെയ്യണം. അത് പറഞ്ഞു തരാം. ഇങ്ങനെയാണ്. നമുക്കിതാ ഇങ്ങനെ ഒരു പ്ലസ് സൈൻ വരയ്ക്കാം. ഇതിന്റെ മുകളില് നമ്മൾ മാർക്ക് ചെയ്യുന്നതാണ് വടക്ക്. മുകളില് വടക്കും താഴെ തെക്കുമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയായിരിക്കും. ഇനി ഈ വശത്ത് വലതുവശത്താണ് കിഴക്ക് വരുന്നത്, ഇടതുവശത്ത് പടിഞ്ഞാറും വരും. ചിലർക്കെങ്കിലും ഇത് തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അന്നേരം ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് ഇതാണല്ലോ നമ്മുടെ വലതുവശം. അതായത് നമ്മൾ കഴിക്കുന്ന വശം കിഴക്ക്. അങ്ങനെ ഓർത്തു വെച്ചാൽ അത് തിരിഞ്ഞു വരും. അപ്പൊ കിഴക്ക് കിട്ടിക്കഴിഞ്ഞാൽ പടിഞ്ഞാറ് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങളുടെ വലതുവശത്ത് ഏതാന്ന് നോക്കുക. അപ്പൊ കഴിക്കുന്ന സൈഡിൽ വരുന്ന സംഭവത്തെ നമ്മൾ കിഴക്കായിട്ട് എടുക്കും. അപ്പൊ ഇത് പടിഞ്ഞാറ്. ക്ലിയർ ആയല്ലോ? ഇനി ഇത്തരം ചോദ്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരാളിങ്ങനെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ അയാൾ വലത്തോട്ട് തിരിഞ്ഞു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇടത്തോട്ടേക്ക് തിരിഞ്ഞു. അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ വലത്തോട്ട് എന്ന് പറഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡിറക്ഷനെ ആയിരിക്കും. ഏത് ഡയറക്ഷനെയാണോ വലത്തോട്ട് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇടത്തോട്ട് എന്ന് പറഞ്ഞാൽ അത് സൂചിപ്പിക്കുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനെ ആയിരിക്കും. ആന്റി
ക്ലോക്ക് വൈസ് ഡയറക്ഷനെ ആയിരിക്കും അത് സൂചിപ്പിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചോദ്യം ഒന്ന് വരച്ചു നോക്കാം. അതിനു മുമ്പ് ഞാനിവിടെ ഡയറക്ഷൻ മാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചിടാം. ദാ ഇവിടെ വടക്ക്, താഴെ തെക്ക്, ഇവിടെ കിഴക്ക്, ഇത് പടിഞ്ഞാറ്. ഇനി ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. രാജു 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ രാജുവിന്റെ പൊസിഷൻ ഇതായിട്ട് എടുക്കാം. രാജു ഇവിടെ നിന്ന് 8 കിലോമീറ്റർ ഇങ്ങോട്ട് വടക്കോട്ട് പോവുകയാണ്. എന്തോരം പോന്നു? ഇവിടം വരെ എത്തി. 8 കിലോമീറ്റർ രാജു വടക്കോട്ട് യാത്ര ചെയ്തു. എന്നിട്ട് വലത്തോട്ട് തിരിഞ്ഞു. ഇപ്പൊ രാജു എവിടെ നിൽക്കുന്നത്? ഇവിടെയാണല്ലോ. ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞു. വലത്തോട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ ഇവിടെ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ പോയത് ഇങ്ങനെയല്ലേ ക്ലോക്കിന്റെ സൂചി കറങ്ങി വരുന്നത്. അപ്പൊ ഇങ്ങനെ രാജു വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ യാത്ര ചെയ്തു. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്നത്. ക്ലോക്കിന്റെ അതേ ഡയറക്ഷൻ, പോകുന്ന ഡയറക്ഷൻ മാത്രം എടുക്കുക. സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കുക. അപ്പൊ ഇങ്ങനെ വരച്ചു. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ നടന്നു വലത്തോട്ട്. എന്നിട്ട് എന്ത് ചെയ്തു? വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ യാത്ര ചെയ്ത. ഇപ്പതാ രാജു ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുവാണ്. ഇവിടെ നിന്ന് രാജു വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. അപ്പൊ ഇവിടുത്തെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുമല്ലോ. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ രാജു യാത്ര ചെയ്തു. 1 കിലോമീറ്റർ രാജു യാത്ര ചെയ്ത് ഇവിടെ വന്ന് നിൽക്കുവാണ്. ഇനി ചോദ്യം എന്താന്ന് നോക്കിക്കേ. ഇപ്പോൾ രാജുവിന്റെ യാത്ര ഏതു ദിശയിലാണ്? അപ്പൊ രാജു ഇങ്ങനെ ഇങ്ങോട്ടാണ് നടക്കണത് അല്ലെ. അപ്പൊ ഇങ്ങനെ പോവാന്ന് പറയുന്നത് ഇത് ഏതാ ദിശ? തെക്ക് ദിശയിലേക്കാണ് രാജു നടക്കുന്നത്. അപ്പൊ രാജുവിന്റെ യാത്ര ഏത് ദിശയിലാണ്? തെക്കാണ് നമ്മുടെ ഉത്തരം വരുന്നത്. അപ്പൊ ഫൈനൽ പൊസിഷനിൽ രാജു എവിടെയാണ് നിൽക്കുന്നത് നോക്കാം. ഇവിടെ വന്ന് രാജു നിന്നു. രാജു ഇനി ഇങ്ങോട്ട് തെക്കോട്ട് നോക്കിയല്ലേ നിൽക്കുന്നത്. അപ്പൊ രാജുവിന്റെ യാത്ര ഏത് ദിശയിലാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഏതെന്ന് പറയാം? തെക്ക് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. ഒരാൾ 15 മീറ്റർ പടിഞ്ഞാറോട്ട് നടന്ന ശേഷം വലത്തോട്ട് 20 മീറ്റർ സഞ്ചരിച്ചു. പിന്നീട് 10 മീറ്റർ ഇടത്തോട്ട് സഞ്ചരിച്ച ശേഷം വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 20 മീറ്റർ സഞ്ചരിച്ചു. യാത്ര ആരംഭിച്ച സ്ഥലത്തു നിന്നും എത്ര ദൂരത്തിലാണ് അയാൾ ഇപ്പോൾ നിൽക്കുന്നത്? അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മുടെ ആ ഡയറക്ഷൻസ് അങ്ങ് മാർക്ക് ചെയ്തിടാം. ഞാനിവിടെ ആദ്യം പ്ലസ് സൈൻ ഇങ്ങനെ വരയ്ക്കാം. വടക്ക്, ഡയറക്ഷൻസ് ഒക്കെ മാർക്ക് ചെയ്യാം. വടക്ക്, താഴെ തെക്ക്, ഇവിടെ കിഴക്ക്, ഇവിടെ പടിഞ്ഞാറ്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് നോക്കാം. ഒരാൾ 15 മീറ്റർ പടിഞ്ഞാറോട്ട് നടന്ന ശേഷം ഇവിടെയായിരുന്നു അയാളുടെ ആദ്യത്തെ പൊസിഷൻ. ഇയാള് 15 മീറ്റർ പടിഞ്ഞാറോട്ട് നടന്നു. ഇത്രയും ദൂരം നടന്നു അയാള്. 15 മീറ്റർ പടിഞ്ഞാറോട്ട് നടന്നു. നടന്നതിന് ശേഷം അയാൾ എന്ത് ചെയ്തു? വലത്തോട്ട് 20 മീറ്റർ സഞ്ചരിച്ചു. ഇങ്ങനെ പോകുന്നയാൾ ഇനി വലത്തോട്ടേക്ക് തിരിയും. അപ്പൊ ഇങ്ങോട്ടേക്കാണെന്നുള്ള കാര്യം നോക്കണം. വലത്തോട്ട് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ ഇവിടെ ഒരു നീഡിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ലേ ക്ലോക്ക് പോകുന്നത്. അപ്പൊ മുകളിലോട്ടായിരിക്കും ഇയാൾ നടക്കുന്നത്. അപ്പൊ വലത്തോട്ടേക്ക് 20 മീറ്റർ സഞ്ചരിച്ചു. ഇത് എത്രയാണ്? 20 മീറ്റർ. 20 മീറ്റർ സഞ്ചരിച്ച ശേഷം പിന്നീട് 10 മീറ്റർ ഇടത്തോട്ട് സഞ്ചരിച്ചു. 10 മീറ്റർ ഇടത്തോട്ടേക്ക് പോവാം. ഇങ്ങനെ പോകുന്നയാള് ഇടത്തോട്ട് 10 മീറ്റർ, അതായത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകണം. അപ്പൊ ഇങ്ങോട്ടേക്ക് 10 മീറ്റർ സഞ്ചരിച്ചു. 10 മീറ്റർ സഞ്ചരിച്ച ശേഷം വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 20 മീറ്റർ. വീണ്ടും ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോകുന്നയാള് ഇടത്തോട്ടേക്ക് തിരിയണം എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. അപ്പൊ ക്ലോക്ക് വൈസ് ഇതാണ്, ആന്റി ക്ലോക്ക് വൈസ് ഇതാണ്. അപ്പൊ ഇങ്ങോട്ടേക്ക് 20 മീറ്റർ തിരിഞ്ഞു. കണ്ടോ? 20, ഇവിടെ 20 മീറ്റർ, ഇത് 20 മീറ്റർ ആണെങ്കിൽ ഇത് 20 മീറ്റർ ആയിരിക്കുമല്ലോ. അപ്പൊ 20 മീറ്റർ തിരിഞ്ഞു. അപ്പൊ അവസാനം ഇയാളെ ഒരു പൊസിഷനിലെത്തി. ഇങ്ങനെയാണ് എങ്കിൽ യാത്ര ആരംഭിച്ച സ്ഥലത്ത് നിന്നും ഇപ്പോൾ നിൽക്കുന്ന പൊസിഷൻ വരെ എത്രമാത്രം വ്യത്യാസം ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ വരെയുള്ള ദൂരം നമുക്കറിയാം 15 മീറ്റർ. ഇത് കണ്ടുപിടിച്ചാൽ ഇത് എത്രയാണെന്ന് നമുക്കറിയാം. മുകളിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് 10 മീറ്റർ ആണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മൊത്തം എന്ന് പറയുന്നത് എത്ര വരും? 15 പ്ലസ് 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 25 മീറ്റർ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്. രാജു ഒരു സ്ഥലത്ത് നിന്നും നേരെ കിഴക്കോട്ട് 8 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അവിടെ നിന്ന് നേരെ വടക്കോട്ട് 6 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നു. ഇപ്പോൾ രാജു പുറപ്പെട്ട സ്ഥലത്ത് നിന്നും എത്ര അകലെയായിരിക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ആ ഡയറക്ഷൻ ഒന്ന് വരയ്ക്കാം. നമുക്ക് പ്ലസ് സൈൻ ഇട്ടിട്ട് ഡയറക്ഷൻ എല്ലാം മാർക്ക് ചെയ്ത് വെക്കാം. മുകളിൽ നമ്മൾ വടക്ക്,
താഴെ തെക്ക്, വലതുവശം കിഴക്ക്, ഇവിടെ പടിഞ്ഞാറ്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് ഒന്ന് നോക്കാം. രാജു ഒരു സ്ഥലത്തു നിന്നും നേരെ കിഴക്കോട്ട് 8 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. രാജു ഇവിടെയാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കാം. ഇവിടെ നിന്നും രാജു 8 കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് 8 കിലോമീറ്റർ ഇവിടം വരെ എത്തി. 8 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പൊ ഈ ദൂരം എന്ന് പറയുന്നത് 8 കിലോമീറ്റർ ആണ്. അവിടെ നിന്ന് നേരെ വടക്കോട്ട് 6 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നു. ഇവിടെ നിന്ന് വടക്കോട്ടേക്ക് ഇവിടം വരെ സഞ്ചരിച്ചു. 6 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു. ഇവിടം വരെ എന്ന് പറയുമ്പോൾ ഇത് 6 കിലോമീറ്റർ ആണ്. ഇപ്പോൾ രാജു പുറപ്പെട്ട സ്ഥലത്തു നിന്നും എത്ര അകലെയായിരിക്കും എന്നാ ചോദിച്ചേക്കുന്നത്. ഇപ്പൊ രാജു ഇപ്പൊ ഇവിടെയാണല്ലോ വന്ന് നിൽക്കുന്നത്. ഈ രാജു പുറപ്പെട്ട സ്ഥലത്തു നിന്നും എത്ര അകലെയായിരിക്കും? അപ്പൊ നമുക്ക് ഈ ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ദൂരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഡയഗ്രത്തിലേക്ക് ഒന്ന് നോക്കിയേ. ഇതെന്ന് പറയുന്നത് ഞാൻ ഇവിടെ നോക്കാം. ഈ മാർക്ക് ചെയ്യാൻ നോക്കൂ. 8, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 6, ഇവിടെ. ഇതൊരു ട്രയാങ്കിൾ, ഒരു മട്ട ത്രികോണം നമുക്ക് ഇവിടെ ഫോം ചെയ്യാൻ പറ്റിയില്ലേ? ഈ ത്രികോണത്തിന്റെ ഇതെന്ന് പറയുന്നത് അതിന്റെ കർണമായിരിക്കും. ഈ കർണം കാണാനുള്ള ഇക്വേഷൻ, അതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? കർണം ഇസ് ഈക്വൽ ടു, കർണത്തിന്റെ നീളം നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. അതായത് വേറെ ഒന്നുമില്ല, നമുക്ക് ഈ ദൂരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് നമ്പേഴ്സിന്റെയും സ്ക്വയർ കണ്ട് കൂട്ടിയിട്ട് അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ നമുക്ക് ഈ കർണം കിട്ടും, ഈ ദൂരം കിട്ടും. അപ്പൊ അതായിരിക്കും നമ്മുടെ ഉത്തരം. വിച്ച് ഇസ് ഈക്വൽ ടു എത്ര വരും? 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ, അതിന്റെ സ്ക്വയർ റൂട്ട്. വിച്ച് ഇസ് ഈക്വൽ ടു 8 സ്ക്വയർ എന്ന് പറയുന്നത് 64 പ്ലസ് 6 സ്ക്വയർ 36. 64 36 എന്ന് പറയുമ്പോൾ 100 വരും. 100ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 10 ആയിരിക്കും. 10 കിലോമീറ്റർ ആണ് എന്ത് ഈ ദൂരം. അപ്പോൾ രാജു ഇപ്പൊ വീട്ടിൽ നിന്നും എത്ര ദൂരം അകലെയായിരിക്കും? 10 കിലോമീറ്റർ. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരം വരുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഹലോ എന്ന വാക്ക് KHOOR എന്ന് കോഡ് ചെയ്യപ്പെടുന്നു. എന്നാൽ വേൾഡ് എന്ന വാക്കിന്റെ കോഡ് എന്ത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം ഈ ഹെലോ എന്ന വാക്ക് ഒന്ന് എടുത്തെഴുതാം. HELLO. ഹെലോ എന്ന വാക്ക് എങ്ങനെയാണ് കോഡ് ചെയ്തേക്കുന്നത്? KHOOR. അപ്പം ഈ രണ്ട് വാക്കുകൾ തമ്മിൽ എന്താണ് ഒരു റിലേഷൻ വരുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് K ആണ് എഴുതിയേക്കുന്നത്. അപ്പൊ എച്ച് കഴിഞ്ഞ് എങ്ങനെയാ വരുന്നത്? HIJ. ഒരു 2 ലെറ്ററിന്റെ ഗ്യാപ്പ് അവിടെ വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ അതങ്ങനെയാണ്. ഇനി ഇയും എച്ചും നമുക്ക് നോക്കാം. ഇയും എച്ചും എങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നത്? FG. 2 ലെറ്ററിന്റെ ഗ്യാപ്പ് അവിടെ വന്നിട്ടുണ്ട്. ഇനി ഈ റിലേഷൻ തന്നെയാണ് ഇത് ഫുൾ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. LO ആവാൻ വേണ്ടിയിട്ട് MN, അവിടെയും 2 ലെറ്ററിന്റെ ഗ്യാപ്പ്. ഇവിടെയും അതുപോലെ MN, 2 ലെറ്ററിന്റെ ഗ്യാപ്പ്. OR ആവാനോ PQ, 2 ലെറ്റേഴ്സിന്റെ ഗ്യാപ്പ്. അപ്പൊ ഇതിൽ ഓരോ ലെറ്റേഴ്സും 2 ലെറ്റർ ഗ്യാപ്പിലാണ് അതിനെ കോഡ് ചെയ്ത് എഴുതിയേക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സെയിം റിലേഷൻ വേൾഡ് എന്ന വാക്കിലേക്ക് അപ്ലൈ ചെയ്യാം. വേൾഡ് എന്നത് നമുക്കൊന്ന് ഇവിടെ എടുത്തെഴുതാം. വേൾഡ്. എന്നിട്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ലെറ്റർ ഡിഫറൻസിൽ നമുക്ക് എഴുതാലോ. W എന്ന് പറയുമ്പോൾ 2 ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ XY, രണ്ടെണ്ണത്തിന്റെ ഗ്യാപ്പിൽ ഇവിടെ Z വരും. Z വരുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷനിലേക്ക് എത്താം. ഏതാ? ഓപ്ഷൻ D ആയിരിക്കും നമ്മുടെ ആൻസർ. എന്നാലും നമുക്കിത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ O കഴിഞ്ഞിട്ട് 2 ലെറ്റർ എന്ന് പറയുമ്പോൾ PQ കഴിഞ്ഞേച്ച് വരുന്ന R. ഇനി ആറിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ലെറ്റേഴ്സ് ഗ്യാപ്പിൽ ST എന്ന് പറയുമ്പോൾ U. എല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് MN, 2 ലെറ്ററിന്റെ ഗ്യാപ്പിൽ MNO. ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടോ EF, 2 ലെറ്റർ ഗ്യാപ്പിൽ G. അപ്പൊ നമ്മുടെ കോഡ് എന്ന് പറയുന്നത് ZRUOG. ഓപ്ഷൻ ഡിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ക്ലിയർ ആയെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം നോക്കാം. പ്രീവിയസ് ഇയർ ചോദ്യമാണിത്. ഇന്ത്യ എന്നത് ഒരു പ്രത്യേക കോഡ് ഉപയോഗിച്ച് KPFKC എന്ന് എഴുതാമെങ്കിൽ നേപ്പാൾ എന്നത് എങ്ങനെ എഴുതാമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ നമുക്കൊന്ന് എഴുതി നോക്കാം. ആദ്യം ഇന്ത്യ എന്നുള്ളത് എഴുതാം. ഇന്ത്യ എന്നുള്ളത് എങ്ങനെയാണ്? I എന്നുള്ളതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്തേക്കുന്നു? K. N എന്നുള്ളതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്തേക്കുന്നു? P. D എന്നുള്ളത് F. I എന്നുള്ളത് K. A എന്നുള്ളത് C. അപ്പൊ നോക്കിക്കേ,
ഐ കെ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ഐ ജെ കെ ഒരു ലെറ്റർ ഗ്യാപ്പ് വന്നിട്ടുണ്ട് അവിടെ. എൻ പി ആവാനോ എൻ ഒ പി അവിടെ ഒ ഒരു സിംഗിൾ ലെറ്ററിന്റെ ഗ്യാപ്പ്. ഡി എഫ് ആവാൻ ഇ. അപ്പൊ നോക്കിക്കേ എല്ലായിടത്തും ഒരു 1 ലെറ്റർ ഗ്യാപ്പ് ആണ് പോന്നേക്കുന്നത്. നമുക്ക് ത്രൂ ഔട്ട് ആ റിലേഷൻ തന്നെയാണെന്ന് നോക്കാം. ഐ കെ ആണ് വീണ്ടും അവിടെ 1 ലെറ്റർ ഗ്യാപ്പ്. ജെ എ സി ആവുമ്പോ ബി 1 ലെറ്റർ ഗ്യാപ്പ് വന്നു. അപ്പൊ ഇത് ഈ ഇന്ത്യ എന്നതിനെ 1 ലെറ്റർ ഗ്യാപ്പിലാണ് അവിടെ കോഡ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ നേപ്പാൾ എന്നതിനും സെയിം റിലേഷൻ തന്നെ കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് നേപ്പാൾ എഴുതാം NEPAL. അപ്പൊ നമുക്ക് ഈ എന്നിനെ എങ്ങനെ കോഡ് ചെയ്യാമെന്ന് നോക്കാം. 1 ലെറ്റർ ഗ്യാപ്പിൽ വേണം എഴുതാൻ. എൻ കഴിഞ്ഞിട്ട് ഓ 1 ലെറ്റർ ഗ്യാപ്പ് ആകുമ്പോ ഇവിടെ എന്തോരും പി. ഇ കഴിയുമ്പോ ഇ കഴിഞ്ഞിട്ട് 1 ലെറ്റർ ഗ്യാപ്പ്. എഫ് കഴിഞ്ഞ് വരുന്ന ജി. പി കഴിയുമ്പോൾ ഇപ്പൊ നമുക്ക് ഓപ്ഷനിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് എലിമിനേറ്റ് ചെയ്യാം, ഇതും എലിമിനേറ്റ് ചെയ്യാം. സിയും ഡിയും ആണ് നമുക്കിപ്പോ ഓപ്ഷനിലേക്ക് വന്ന് കിടക്കുന്നത്. ഇനി ഇതിനെ രണ്ടിനെ ഫോക്കസ് ചെയ്താൽ മതി. പി കഴിയുമ്പോൾ 1 ലെറ്റർ ഗ്യാപ്പ് പി ക്യു ആർ. ഇപ്പൊ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റി. സി ആയിരിക്കും നമ്മുടെ ഉത്തരം. എങ്കിലും നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. എ 1 ലെറ്റർ ഗ്യാപ്പില്, ബി ഗ്യാപ്പിൽ വരുമ്പോൾ സി, എല്ലിന് 1 ലെറ്റർ ഗ്യാപ്പ്, എം ഗ്യാപ്പിൽ വരുമ്പോൾ എൻ. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ എന്ത് വരും? PGRCN. അങ്ങനെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാം. ഓപ്ഷൻ സി നമുക്ക് ഉത്തരമായിട്ടും എടുക്കാം. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. കുമാർ എന്നത് 64 ആയാൽ കുമാരി. 4 ഓപ്ഷനും തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇവിടെ കുമാർ എന്ന വാക്കിനെ കോഡ് ചെയ്തേക്കുന്ന ഒരു നമ്പർ വെച്ചിട്ടാണ് 64. അങ്ങനെയാണെങ്കിൽ കുമാരി എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അവസാനം ഒരു സ്പേസ് ഫോർ വർക്ക് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാവുമല്ലോ. അവിടെ നമ്മൾ ABCD ഇതുപോലെ എഴുതണം. A to Z എഴുതണം. എന്നിട്ട് എയിൽ നിന്നും 1 സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ ഓരോ ലെറ്റേഴ്സിന് നമ്പർ കൊടുക്കണം. ഇവിടെ നോക്കിക്കേ 1 2 3 4 5 അങ്ങനെ വന്ന് Z 26 വരെ നമ്മൾ കൊടുത്തു. അതിനുശേഷം താഴെ ഇസഡിൽ നിന്നും 1 സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ 1 2 3 അങ്ങനെ വന്ന് എയിൽ 26 അവസാനിക്കുന്ന രീതിയിൽ നമ്മൾ നമ്പർ കൊടുക്കണം. ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ ഓരോ ലെറ്റേഴ്സിന്റെയും പൊസിഷൻ വാല്യൂ ഇവിടെ ഞാനൊന്ന് എഴുതാം. ഇവിടെ തന്നേക്കുന്നതിൽ കുമാർ എന്ന് പറയുന്നത് 64 എന്നാണ് തന്നേക്കുന്നത്. ഇനി നമ്മൾ ഈ കെയ്ക്കും ഓരോ ലെറ്റേഴ്സിനും UMAR ഇതിന് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ നോക്കും. ഇങ്ങനെ നമ്പർ നോക്കിയെടുക്കുമ്പോൾ മിക്കവാറും കേസുകളിൽ എയിൽ നിന്ന് 1 സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലുള്ള നമ്പറിംഗ് ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാ കേസിലും കറക്റ്റ് ആയിട്ടുണ്ടാവുക. എന്നാൽ ചില കേസുകളിൽ ഇസഡിൽ നിന്നും 1 സ്റ്റാർട്ട് ചെയ്യുന്നതും കറക്റ്റ് ആയിട്ട് വരും. അപ്പൊ നമ്മൾ ആദ്യം എപ്പോഴും എയിൽ നിന്നും 1 സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലൊന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് അത് കിട്ടിയില്ല എങ്കിൽ നമുക്ക് ഇസഡിൽ നിന്നും 1 സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ ഓരോ ലെറ്റേഴ്സിനും വരുന്ന നമ്പർ എടുക്കാം. അപ്പൊ ഇപ്പൊ ഞാൻ തുടങ്ങാൻ പോകുന്ന എയിൽ നിന്നും 1 സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ. അപ്പൊ ഈ എയിൽ നിന്നും 1 സ്റ്റാർട്ട് ചെയ്താൽ കെ എത്രാമത്തെ ലെറ്ററാ? കെ 11ാമത്തെ ലെറ്റർ ആണ്. യു എന്ന് പറയുന്നത് എത്രാമത്തെയാണ്? 21ാമത്തെയാണ്. അതുപോലെ എം എന്ന് പറയുന്നത് 13ാമത്തെ ലെറ്റർ ആണ്. എ 1ാമത്തെ ലെറ്റർ. ആർ എന്ന് പറയുന്നത് 18ാമത്തെ ലെറ്റർ. അപ്പൊ എന്ത് ചെയ്യാം, ഞാൻ ഇതിന്റെ എല്ലാം വാല്യൂസ് ഇവിടെ എഴുതാം. കെ എന്ന് പറയുന്നത് കെക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 11. യു എന്ന് പറയുന്നത് 21ാമത്തെ ലെറ്റർ ആണ്. എം എന്ന് പറയുന്നത് 13. A1. ആർ എന്ന് പറയുന്നത് 18ാമത്തെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ നമ്പേഴ്സിൽ നിന്നെല്ലാം 64 കിട്ടണമെങ്കിൽ ഒരു പോസിബിൾ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ പൊസിഷൻ വാല്യൂസിനെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ എഴുതാം 11 പ്ലസ് 21 പ്ലസ് 13 പ്ലസ് 1 പ്ലസ് 18. ഇങ്ങനെയാണെങ്കിൽ ഇത് എത്ര വരും? 1 1 2 3 5 1 6 കിട്ടും. 14 ശിഷ്ടം 1 1 1 2 1 3 2 5 1 6 64 എന്ന് നമുക്ക് കിട്ടിയല്ലോ. അപ്പൊ എങ്ങനെയാണ് കുമാർ എന്നത് 64 ആയത്? ഓരോന്നിന്റെയും എത്രാമത്തെ നമ്പറാന്നുള്ള കാര്യം നമ്മൾ നോക്കി അതിനെ എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ആ കോഡ് ചെയ്തേക്കുന്ന നമ്പർ കിട്ടി. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ കുമാരിയാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഏതാണ് ചോദിച്ചേക്കുന്നത്? കുമാരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഇതിൽ നമുക്കറിയാം ഈ കുമാർ എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയാം, 64 ആണെന്നറിയാം. ഇത് 64 ആയത് എങ്ങനെയാ? ഇതിന്റെ ഓരോന്നിന്റെ എത്രാമത്തെ നമ്പർ ആണെന്നുള്ള പൊസിഷൻ എടുത്ത് കൂട്ടിയപ്പോഴാണ് നമുക്ക് 64 വന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഐയുടെ പൊസിഷൻ എത്രയാണെന്ന് നോക്കിയിട്ട് അത് 64ന്റെ കൂടെ കൂട്ടിയാൽ പോരെ. അപ്പൊ ഐ എന്ന് പറയുന്നത് എത്രാമത്തെ ലെറ്റർ ആണ്? 9ാമത്തെ ലെറ്റർ ആണ്. അപ്പൊ എന്ത് ചെയ്യാം? 64 പ്ലസ് 9 73 ആയിരിക്കും കുമാരി എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം വരുന്നത്.
അപ്പൊ ഇനി ഈ കേസിൽ ഇവിടെ ഇങ്ങനെ ഓരോന്നും നമുക്ക് ഇവിടെ കുമാർ എന്നുള്ളൊരു വാല്യൂ തന്നിട്ടുണ്ട്. അല്ലാത്ത കേസിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണമായിരുന്നു? ഇതിന്റെ ഓരോന്നിന്റെയും പൊസിഷൻ വാല്യൂസ് എടുത്ത് ആഡ് ചെയ്താൽ മതി. അപ്പൊ KUMAR ഇതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ നോക്കിയിട്ട് ആഡ് ചെയ്താലും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. പക്ഷെ ഇപ്പൊ ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് എന്താ, ഒറ്റയടിക്ക് കുമാറിന്റെ വാല്യൂ തന്നേക്കുന്നുണ്ട്, I മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഓപ്ഷൻ B ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ 4ാമത്തെ സംഖ്യ ഏത്? ഒരു നമ്പർ സീരീസ് തന്നിട്ടുണ്ട്. നമുക്ക് ആ സീരീസ് ആദ്യം ഒന്ന് എഴുതാം. 4, 7, 12 ഡാഷ്. ഇതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഈ സീരീസ് നമുക്ക് നോക്കുമ്പോൾ പറയാം, ഒരു നമ്പർ കഴിഞ്ഞ് അടുത്ത നമ്പർ ആഡ് ചെയ്ത് കൂടിയാ പോകുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോ ചെറിയ വ്യത്യാസ നമ്പർ തമ്മിലുള്ളൂ എങ്കിൽ ഒത്തിരി കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല. ആ ഡിഫറൻസ് എന്താന്ന് മനസ്സിലാക്കി നമുക്ക് കൂട്ടി അങ്ങ് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. 4 എന്തായിട്ട് മാറി? 7 ആയിട്ട് മാറി അല്ലെ? അപ്പൊ അതായത് ഇവിടെ എത്രയാണ് അഡീഷൻ വന്നിരിക്കുന്നത്? 4ഉം 3ഉം 7. 4ന്റെ കൂടെ 3 കൂട്ടിയപ്പോഴാണ് നമുക്ക് 7 വന്നത്. ഇനി അടുത്തത് 7, 12 ആയപ്പോഴോ അവിടെ എത്രയോ അഡീഷൻ വന്നു. 7, 12 ആവാൻ എത്ര വേണം? 5 കൂട്ടണം. അപ്പം 5 ഇതിന്റെ കൂടെ കൂട്ടി, ഇപ്പൊ 12 കിട്ടി. അപ്പൊ ഇത് തമ്മിൽ നോക്കിക്കേ, ആദ്യം 3 കൂട്ടി പിന്നെ 5 കൂട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്തത് എത്രയായിരിക്കും കൂട്ടേണ്ടത്? 7 ആയിരിക്കും അല്ലെ? ഇവിടെ നിന്ന് ഈ 12ന്റെ കൂടെ 7 കൂട്ടണം. അതെങ്ങനെയാ അങ്ങനെ വന്നേ? ഇവിടെ നോക്കിക്കേ, 3ന്റെ കൂടെ 2, 3ഉം 2ഉം 5, 5ഉം 2ഉം 7. ഒന്നുകിൽ നമ്മുടെ ഓഡ് നമ്പേഴ്സ് എടുക്കാം, അതല്ല എങ്കിൽ 2ന്റെ ഡിഫറൻസിലുള്ള വ്യത്യാസങ്ങളാണ് ആഡ് ചെയ്ത് പോയേക്കണേ. രണ്ടും കറക്റ്റ് തന്നെയാണ്. നമുക്ക് ആദ്യം 3 ആഡ് ചെയ്തു, പിന്നെ 5 ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ പിന്നെ ആഡ് ചെയ്യേണ്ടത് 7 ആയിരിക്കും. അപ്പൊ 12ന്റെ കൂടെ 7 ആഡ് ചെയ്യുമ്പോൾ ഉത്തരം 19 വരും. അപ്പൊ ഓപ്ഷൻ A ആണ് ഇതിന്റെ ഉത്തരം വരുന്നത്. അപ്പൊ ഇങ്ങനെ സീരീസ് എഴുതുക. ചെറിയ വ്യത്യാസങ്ങളാണെങ്കിൽ ജസ്റ്റ് നമുക്ക് ആ നമ്പേഴ്സ് മാത്രം ആഡ് ചെയ്യുന്ന പൊസിഷനും അതിന്റെ ആ ഒരു എങ്ങനെയാണ് ആ ഒരു രീതി എന്നുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇവിടെ 4ഉം 3ഉം 7, പിന്നെ 7ഉം 5ഉം 12 അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഡിഫറൻസിൽ വ്യത്യാസം വന്നു. ഡിഫറൻസിൽ ഒരു 2ന്റെ വ്യത്യാസത്തിലാണ് എപ്പോഴും പോകുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് 7 ആയിരിക്കും. അപ്പൊ നമ്മൾ 12ന്റെ കൂടെ 7 കൂട്ടി കഴിയുമ്പോൾ നമുക്ക് 19 ആയിരിക്കും നമ്മുടെ ഉത്തരം വരുന്നത്. ഓപ്ഷൻ A ആണ് നമ്മുടെ ആൻസർ. ഇനി ഇതൊരു മുൻകാല ചോദ്യമാണ്. 2, 9, 28, 65 എന്ന ശ്രേണിയിലെ അടുത്ത പദം എത്ര? ഇതൊക്കെ നമുക്ക് കുറെ പ്രാക്ടീസിലൂടെ നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ നമ്പേഴ്സ് കാണുമ്പോൾ ഏകദേശം ഒരു ഐഡിയ വരും. ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സീരീസ് എങ്ങനെയാണ്? 2, 9, 28, 65 എന്ന ശ്രേണിയിലെ അടുത്ത പദം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം നമുക്ക് 1 ക്യൂബ് 2 ക്യൂബിന്റെ വാല്യൂ ഒക്കെ നമുക്കറിയാം. 1 ക്യൂബ് 1 ആണ്, 2 ക്യൂബ് 8, 3 ക്യൂബ് 27, 4 ക്യൂബ് 64, 5 ക്യൂബ് 125. നിങ്ങളൊരു 20 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയറും ക്യൂബും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതിലേക്ക് നോക്കിക്കേ, ഈ ക്യൂബിന്റെ ഒരു ചുറ്റുവട്ടത്ത് കിടക്കുന്ന നമ്പേഴ്സ് ഒക്കെ തന്നെയാണ് ഇത്. അപ്പൊ എങ്ങനെ നമുക്ക് ഇതിലേക്കൊന്ന് കണക്ട് ചെയ്യാമെന്ന് നമുക്ക് ഇതിനെ നോക്കാം. ആദ്യത്തെ എന്താ? 2 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതെന്തായി? 1 ക്യൂബ് പ്ലസ് 1 ആണല്ലോ 2 എന്ന് പറയുന്നത്. 1 ക്യൂബ് 1 ആണ്, അപ്പൊ 1 + 1 2 ആയി. ഇനി 9 എന്ന് പറഞ്ഞാൽ എന്താ? 2 ക്യൂബ് 8 ആണ്. അപ്പൊ 8ന്റെ കൂടെ 1 കൂട്ടിയാൽ മതി. 2 ക്യൂബ് പ്ലസ് 1 ആണ് 9 എന്ന് പറയുന്നത്. അപ്പൊ എന്താ? ക്യൂബിന്റെ കൂടെ 1 കൂട്ടുന്ന രീതിയിലാണ് ഈ ഒരു സീരീസ് പോയേക്കണേ. അപ്പൊ ആദ്യം ഫസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമത്തെ 1ന്റെ ക്യൂബ് എടുത്തു, അതിൻ്റെ കൂടെ 1 കൂട്ടി. സെക്കൻഡ് നമ്പർ വന്നപ്പോൾ 2ന്റെ ക്യൂബ് എടുത്തു, 1 കൂട്ടി. അപ്പൊ ഈ നമ്പർ എങ്ങനെയായിരിക്കും കണ്ടുപിടിച്ചേക്കുന്നത്? മൂന്നാമത്തെ നമ്പർ ആയതുകൊണ്ട് 3ന്റെ ക്യൂബ് എടുത്തു പ്ലസ് 1 കൂട്ടി. അപ്പൊ എങ്ങനെ വരും? 27 + 1 28. അപ്പൊ ഇവിടെയോ 4ാമത്തെ നമ്പർ ആയതുകൊണ്ട് 4 ക്യൂബ് എടുത്തു, 4 ക്യൂബ് പ്ലസ് 1, അപ്പൊ ഇവിടെ 65 വരും. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് അടുത്തത് എത്രാമത്തെ പദമാണ്, ഏത് പദമാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഇത് 5ാമത്തെ പദമാണല്ലോ. അപ്പൊ എങ്ങനെ വരും? 5 ക്യൂബ് പ്ലസ് 1 എന്ന് വരും. അപ്പൊ 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 125 ആണ്. 125 + 1 ഇതിന്റെ ഉത്തരം വരുന്നത് 126 ആയിരിക്കും. ഓപ്ഷൻ D ആയിരിക്കും ഇതിന്റെ ഉത്തരം വരുന്നത്. ക്ലിയർ ആയെന്ന് കരുതുന്നു. നിങ്ങൾ ക്യൂബ് വാല്യൂസും സ്ക്വയർ വാല്യൂസും ഒന്ന് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. 15, 20, 26, 33, 41 എന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ആ ശ്രേണി നമുക്കൊന്ന് എടുത്തെഴുതാം. 15, 20,
26, 33, 41. ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഓരോ നമ്പർ കഴിയുമ്പോഴും അത് കൂടി കൂടിയാ പോകുന്നത്. വലിയ വ്യത്യാസം വരുന്നില്ല, എങ്കിലും ഇൻക്രീസിങ് ഓർഡറിലാണ് പോണേ. അപ്പൊ നമുക്കത് നോക്കാം. 15 20 അപ്പൊ എന്ത് വന്നു? 5 കൂടി. 20 26 അപ്പൊ എന്ത് സംഭവിച്ചു? 6 കൂടി. 26 33 7 കൂടി. 33 41 ആയപ്പോൾ 8 കൂടി. അപ്പൊ അങ്ങനെയാണ് ഇത് ഇവിടെ എത്ര വെച്ചാൽ കൂടി പോകുന്നത്? ആ ഒരു സീക്വൻസുകളുണ്ട്. 5 6 7 8 അങ്ങനെയാണ് കൂടി കൂടി പോകുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇനി അടുത്തത് കൂടേണ്ടത് എത്രയായിരിക്കും? ഇത് കഴിയുമ്പോൾ 41ന്റെ കൂടെ 9 കൂടിയാണ്. കാരണം ആ ഒരു സീരീസ് ഉണ്ട്, 5 6 7 8, പിന്നെ കൂടേണ്ടത് 9 ആയിരിക്കും. അപ്പൊ 41ന്റെ കൂടെ ഈ 9 കൂട്ടിക്കഴിഞ്ഞാൽ 50 ആയിരിക്കും നമുക്ക് ഇതിന്റെ ഉത്തരം വരുന്നത്. ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ വരുന്നത്. ക്ലിയർ ആയെന്ന് കരുതുന്നു. നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ഇത് നമ്മുടെ ചോദ്യപേപ്പറിലെ ലാസ്റ്റ് ചോദ്യമാണ്, 80ാമത്തെ ചോദ്യമായിരുന്നു. എ പ്ലസ് എന്ന ചിഹ്നത്തെയും ബി മൈനസ് എന്ന ചിഹ്നത്തെയും സി ഡിവിഷൻ എന്ന ചിഹ്നത്തെയും ഡി ഇൻറ്റു എന്ന ചിഹ്നത്തെയും സൂചിപ്പിക്കുന്നു. എന്നാൽ 18a 12c 6d 2b5 എന്ന് എത്ര സൂചിപ്പിക്കുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ആദ്യം ഈ നമ്പേഴ്സ് ഇങ്ങനെ പറക്കി പറക്കി ഇവിടെ എഴുതാം. അപ്പൊ അത് എഴുതാം. 18 12 6 2 5. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ ലെറ്റേഴ്സ് ഉണ്ടല്ലോ, അതിന് കറസ്പോണ്ടിങ് ആയ ചിഹ്നങ്ങൾ നമുക്ക് ഇവിടെ കൊടുക്കാം. എ എന്നത് പ്ലസ് ചിഹ്നത്തെ സൂചിപ്പിക്കുന്നു. പിന്നെ സി അല്ലേ? സി എന്നത് ഡിവിഷനെ സൂചിപ്പിക്കുന്നു. വീണ്ടും ഡി എന്നത് ഇൻറ്റു ചിഹ്നത്തെയാണ് സൂചിപ്പിക്കുന്നത്. അവസാനം ബി എന്നത് മൈനസ് ചിഹ്നത്തെയും സൂചിപ്പിക്കുന്നു. അപ്പൊ ഇത് നമുക്ക് നോക്കിക്കേ. ഇനി ഇത് എന്ന് പറയുന്നത് ബോട്ട്മാസ് റൂളിന്റെ ആപ്ലിക്കേഷൻ ആണ്. എന്താണ് ഈ ബോട്ട്മാസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്യേണ്ട ഓപ്പറേഷന്റെ ഓർഡർ ആണ് ബോട്ട്മാസിൽ പറയുന്നത്. അതായത് ആദ്യം ബ്രാക്കറ്റിലുണ്ടെങ്കിൽ അത് പെർഫോം ചെയ്യണം, പിന്നെ ഓഫ് എന്നൊരു എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ അവിടെ ഓപ്പറേഷൻ പെർഫോം ചെയ്യണം, പിന്നെ ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. ഇതാണ് ഓർഡർ പോകുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ നമുക്ക് ആദ്യം ഏത് വരും? മിക്ക കേസിലും ഈ ബോട്ട്മാസിന്റെ ഡി മാസ് മാത്രമാണ് നമുക്ക് മെയിൻ ആയിട്ടും ആവശ്യം വരാറുള്ളൂ. അപ്പൊ ഇതിന്റെ കേസിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഏതാണ് ആദ്യം വരുന്നത്? ഡിവിഷൻ ആണല്ലോ. ബോട്ട്മാസിൽ ബ്രാക്കറ്റ് ഇല്ല, ഇതിൽ ഓഫ് ഇല്ല, പിന്നെ ഉള്ളത് ഡിവിഷൻ ആണ്. അപ്പൊ ഡിവിഷൻ ഉള്ളതാ ഇത് നമ്മൾ ആദ്യം ചെയ്യും. അപ്പൊ ഇതെങ്ങനെ മാറും? 18 പ്ലസ് 12/6 എന്ന് പറയുന്നത് 2 ഇൻറ്റു 2 മൈനസ് 5 എന്ന് വരും. അപ്പൊ ഇനി ഡിവിഷൻ കഴിഞ്ഞു കൊടുത്ത്, ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ എന്താ? ഇതാണല്ലോ ഇവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ഇവിടെ എങ്ങനെ വരും? 18 പ്ലസ് 4 മൈനസ് 5. അടുത്തത് അഡീഷൻ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇതിനെ തമ്മിൽ ആഡ് ചെയ്യണം. 18 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ എത്ര വരും? 22 എന്നാണ് വരുന്നത്. 22 മൈനസ് ഈ 5 അതുപോലെ തന്നെ എഴുതുക. 22 5 പോയി കഴിഞ്ഞാൽ 17 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ഡിവിഷൻ എന്നാൽ മൈനസും പ്ലസ് എന്നാൽ ഡിവിഷനും ഇൻറ്റു എന്നാൽ പ്ലസും മൈനസ് എന്നാൽ ഇൻറ്റുവും ആണെങ്കിൽ 15 പ്ലസ് 3 ഡിവൈഡഡ് വിത്ത് 7 ഇൻറ്റു 3 മൈനസ് 4 മൈനസ്, ഇവിടെ മൈനസിലാട്ടോ, എത്ര? ഇങ്ങനെയാണ് നമ്മുടെ ചോദ്യം വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈ നമ്പേഴ്സ് എല്ലാം അതുപോലെ തന്നെ ഇങ്ങനെ എടുത്തെഴുതാം. 15 3 7 3 4. ഇനി നമുക്ക് ഓരോ സൈനിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈൻ എഴുതാം. പ്ലസ് എന്നാൽ എന്താ? ഡിവിഷൻ. അപ്പൊ ഇവിടെ നമ്മൾ ഡിവിഷൻ കൊടുത്തു. ഇനി ഡിവിഷൻ, ഇവിടെ ഡിവിഷൻ ആണ്. അപ്പൊ ഡിവിഷൻ എന്നാൽ എന്താ? മൈനസ് ആണ്, ഇവിടെ മൈനസ് കൊടുത്തു. ഇനി ഇൻറ്റു എന്നാൽ എന്താണ്? പ്ലസ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ പ്ലസ് കൊടുത്തു. ഇനി വീണ്ടും -4, മൈനസ് എന്നാൽ ഇൻറ്റുവുമാണ്. അപ്പൊ നമുക്കിവിടെ നമ്മുടെ എക്സ്പ്രഷൻ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ബോട്ട്മാസ് റൂള് അപ്ലൈ ചെയ്യും. ബോട്ട്മാസ് റൂൾ. അപ്പൊ എന്താ? ഇവിടെ ബ്രാക്കറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാനില്ല, ഓഫും ഇല്ല. ആകെപ്പാടെ ഉള്ളത് ഡി മാസ് ആണ്. ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഡിവിഷൻ ചെയ്യും. ഇതാണല്ലോ. അപ്പൊ 15 ഡിവൈഡഡ് വിത്ത് 3, അപ്പൊ അത് എത്ര വരും? 5. പിന്നെ ബാക്കി എക്സ്പ്രഷൻ അതുപോലെ തന്നെ എഴുതും. -7 പ്ലസ് 3 ഇൻറ്റു 4. ഇനി ഏതാ ചെയ്യണ്ടേ? മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. 3 ഇൻറ്റു 4 12 എന്ന് വരും.
അപ്പൊ ബാക്കി അതുപോലെ ഇങ്ങ് എടുത്തെഴുതാം. 5 - 7 + 12 ആവും. ഇനി അടുത്ത ഓപ്പറേഷൻ എന്ന് പറയുന്നത് അഡീഷൻ ആണ്. അഡീഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ അതൊരു കാര്യം ശ്രദ്ധിക്കണം. ദാ ഇവിടെയാണല്ലോ നമ്മുടെ അഡീഷന്റെ സിമ്പിൾ കിടക്കുന്നത്, +12. ഈ +12ന്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന നമ്പർ നോക്കി 7 വെറും 7 -7 ആണ്. അപ്പൊ അതാ ഇത്രയും സംഭവത്തിനെ എടുക്കുമ്പോൾ ആ അഡീഷൻ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഞാൻ ഇവിടുന്ന് മാറ്റി എഴുതാം. -7 + 12 ആണ്. ഓപ്പോസിറ്റ് ചിഹ്നങ്ങളിലുള്ള രണ്ട് പേരെ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? വലുതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം കൊടുക്കും. അപ്പൊ 12ൽ നിന്നും 7 നമ്മൾ കുറയ്ക്കും. അപ്പൊ എത്ര വരും? 5. ഇനി വലിയ നമ്പർ ഏതാ ഇതില്? വലിയ നമ്പർ 12 ആണ്. 12ന്റെ ചിഹ്നം എങ്ങനെയാണ്? പ്ലസ് ആണ്. അപ്പൊ +5 ആയിരിക്കും നമ്മുടെ ഉത്തരം ഇവിടെ വരുന്നത്. ഈ -7 + 12 എന്ന് പറഞ്ഞാൽ +5 ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പൊ നമ്മൾ അതവിടെ എടുത്തെഴുതും 5 + 5. ഇപ്പൊ നമ്മുടെ ഇനി നമുക്ക് വേറെ ഇവിടെ സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ ഒന്നും പെർഫോം ചെയ്യാനില്ല, കാരണം ഈ ഒരു സൈൻ ഇവിടെ ഓൾറെഡി പോയി കഴിഞ്ഞു. ഇനി 5 + 5 ഇവിടെ കൂട്ടി എഴുതാം. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 10 ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ ഡയറക്റ്റ് ഒരു എക്സ്പ്രഷൻ തന്നേക്കാണ്. നമ്മൾ ഇതിന്റെ ബോഡ് മാസ് റൂൾ അപ്ലൈ ചെയ്ത് ഇതിന്റെ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കണം. 45 - 12 × 24 / 8 + 6. അപ്പൊ ആ എക്സ്പ്രഷൻ ഞാൻ ഇവിടെ എഴുതാം. 45 - 12 × 24 / 8 + 6. അപ്പൊ നമുക്ക് എങ്ങനെയാണ്? ബോഡ് മാസ് റൂളാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ബോഡ് മാസിൽ ഈ ചോദ്യത്തിലും ബ്രാക്കറ്റും ഓഫും ഇല്ല. ഫസ്റ്റ് വരുന്നത് ഡിവിഷൻ ആണ്. അപ്പൊ ഇതാണല്ലോ നമുക്ക് ആദ്യം ചെയ്യേണ്ട ഓപ്പറേഷൻ. 24 / 8 എന്ന് പറയുന്നത് 3 ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കാം 45 - 12 × 3 + 6. ആ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്തത് ഏത് ഓപ്പറേഷൻ നമുക്ക് പെർഫോം ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ. ഇതാണല്ലോ നമ്മുടെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള നമ്പേഴ്സ്. 12 × 3 എന്ന് പറയുമ്പോൾ 36 വരും. അപ്പൊ നമുക്ക് ഇത് എടുത്തെഴുതാം. 45 - 36 + 6 എന്നാണ് വരുന്നത്. ഇനി ഈ അടുത്തത് അഡീഷൻ ആണ്. അഡീഷൻ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ആഡ് ചെയ്യേണ്ട സിമ്പിൾ കിടക്കുന്നത്. അതാ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ സെക്ഷൻ ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ആഡ് ചെയ്യുന്ന നമ്പറിന്റെ ലെഫ്റ്റ് സൈഡിൽ 36 ആണ്. 36 എന്ന് പറയുന്നത് -36 ആണ്. അപ്പൊ നമ്മൾ അതിവിടെ മാറ്റി നമുക്ക് ഇവിടെ ഒന്ന് എടുത്തെഴുതാം. -36 + 6 എന്നാണ് വന്നേക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയാ? ഓപ്പോസിറ്റ് സൈനിലുള്ള രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വലുതിന്റെ ചിഹ്നം കൊടുക്കണം. അപ്പൊ 36ൽ നിന്നും 6 കുറച്ചാൽ 30 വരും. വലിയ നമ്പർ 36 ആണ്. 36ന്റെ ചിഹ്നം എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പൊ ഉത്തരം -30 വരും. അപ്പൊ ഇത് ഇങ്ങനെ കാൽക്കുലേഷൻ മാത്സ് അത്യാവശ്യം എളുപ്പമുള്ളവർക്ക് ഇതിന്റെ ഡയറക്റ്റ് തന്നെ ഇതിന്റെ താഴെ സൈൻ അങ്ങനെ തന്നെ കൊടുത്ത് എഴുതിപ്പം ഇത് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയാണ് എടുത്ത് മാറ്റി കാണിച്ചു എന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമലി കണ്ടിന്യൂ ചെയ്തു പോരുക കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ഇത്രയും ഭാഗത്തിനെ മാറ്റി 45 അങ്ങനെ എഴുതാം. ഈ ഒരു സെക്ഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് -30 വന്നു. അത് നമ്മളിവിടെ കൊടുത്തു. ഇനി 45 - 30 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 15 ആണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ LDC 2024 തിരുവനന്തപുരം ജില്ലയിൽ നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സ് സെക്ഷനിലെ ഓരോ ക്വസ്റ്റ്യനും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് മുൻ വർഷങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുമായിരുന്നു ഞാൻ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ക്ലാസ് അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ ദിവസം അന്ന് തന്നെ ഞാൻ വൈകിട്ട് ഈ നമ്മുടെ ടെലിഗ്രാം ചാനലായ PSC വോയേജറിൽ ഇതിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോൾ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് ആൻസർ പോൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മാത്സിൽ നിങ്ങളുടെ സ്പീഡ് കൂട്ടാനായിട്ട് പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലായ PSC വോയേജറിൽ കൂടി ജോയിൻ ചെയ്യുക. നമ്മുടെ ക്ലാസ്സിന്റെ PDF നോട്ട് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ക്ലാസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കണം. എങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് അതിന് മോഡിഫിക്കേഷൻസും എല്ലാം കൊണ്ടുവന്ന് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ക്ലാസ്സുകൾ നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ നിർദ്ദേശങ്ങളാണ് ഞങ്ങളെ മുൻപോട്ട് നയിക്കുന്നത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് നൽകുക. PYQ സീരീസിലെ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്